വെൽക്കം ടു മൂവി ബ്രാൻഡ്. 7.5 വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പൾസർ സുനി ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതും വില കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ കുമാറിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് കോടതിയിൽ ഹാജരാകാനെത്തിയ സുനി 7,000 രൂപയുടെ ചെരുപ്പും 4,000 രൂപയുടെ ഷർട്ടുമാണ് ധരിച്ചിരുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സുനി ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, കോടതി നേരിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ സുനി ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയുമോ എന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിചാരണ കോടതിയിൽ സുനിയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം തുടർന്നിരുന്നു. സെപ്റ്റംബർ അവസാന വാരത്തിലാണ് കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് സുനി പുറത്തിറങ്ങിയത്. കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ, പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചത്. സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 10 പ്രതികളാണുള്ളത്. 8 വരെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. 261 സാക്ഷികളുണ്ട്. 1,600 രേഖകൾ കേസിൽ കൈമാറി. അതിനിടെ കേസിൽ നടൻ ദിലീപിന്റെ പങ്ക് വ്യക്തമായത് മുതൽ പ്രസ്തുത കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് മാഡം. ഈ കേസിലെ മാഡം ആരാണെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിന് വ്യക്തമല്ല. നടി ആക്രമിക്കപ്പെട്ട കേസിനോടനുബന്ധിച്ച് പലതവണ ഈ പേര് ഉയർന്നു വന്നു. ദിലീപുമായി ബന്ധപ്പെട്ട പല സ്ത്രീകളും മാഡമാണെന്ന തരത്തിൽ സംശയിക്കപ്പെടുകയും ചെയ്തു. മുമ്പ് മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്ന് പ്രതി പൾസർ സുനി വെളിപ്പെടുത്തി. എന്നാൽ അന്വേഷണം തുടരവെ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ല എന്നായിരുന്നു സുനി പിന്നീട് പറഞ്ഞത്. എന്നാൽ മാഡത്തിന്റെ പേര് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ്. കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിച്ച സുനിയുടെ കൂട്ടുപ്രതികളിൽ നിന്നാണ് മാഡത്തിന്റെ പേര് ഫെനിക്ക് കിട്ടിയത്. ആക്രമിക്കാൻ വേണ്ടി കാറിൽ കയറിയപ്പോൾ സുനി നടിയോട് മാഡത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്ന് സംഭവം നടന്നപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാഡത്തിന്റെ കൊട്ടേഷൻ എന്നായിരുന്നു പറഞ്ഞതെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് അന്ന് കാര്യമാക്കില്ലെന്ന ആക്ഷേപവും ഉയർന്നു. അതിനുശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ ബാലചന്ദ്രകുമാർ മാഡത്തെ സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുന്ന വേളയിൽ നടൻ ദിലീപ് മാഡത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയെന്നും സംസാരിക്കുന്നതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ ചൂണ്ടി ദിലീപ് മാഡത്തെക്കുറിച്ച് ചില തുറന്നുപറച്ചിലുകൾ നടത്തിയെന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ഞാനല്ല, ഒരു പെണ്ണാണ് ഇത് അനുഭവിക്കേണ്ടത്. അവരെ രക്ഷിച്ചു കൊണ്ടുപോയിട്ട് ഒടുവിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു. ഇന്ത്യൻ ദിലീപ് മദ്യലഹരിയിൽ പറഞ്ഞു എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ദിലീപിന്റെ ഏറ്റവും അടുത്ത ഒരാൾ തന്നെയാണ് മാഡം എന്ന് തന്നെയാണ് അന്വേഷണം ആദ്യം പോയത്. ദിലീപ് തന്റെ സുഹൃത്ത് ബൈജുവിനോടാണ് മാഡത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ സംഭാഷണം ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ആ മാഡത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും പിന്നീട് അവസാനിക്കുന്ന കാഴ്ചയായിരുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളിലും ഒരു സ്ത്രീ ശബ്ദം വ്യക്തമായിരുന്നു. നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം പൾസർ സുനി കാവ്യയുടെ ഉടമസ്ഥരുള്ള ലക്ഷ്യമെത്തിയതിന് 2 പേർ സാക്ഷികളായിരുന്നു. എന്നാൽ ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞു. പ്രതിഭാഗത്തിന്റെ ഇടപെടലിലൂടെയാണ് ഇവർ മൊഴിമാറ്റിയതെന്നും ആരോപണമുയർന്നിരുന്നു. ഇപ്പോൾ 7.5 വർഷത്തിനു ശേഷം ജയിലിൽ നിന്നിറങ്ങിയ പൾസർ സുനിയുടെ ആഡംബര ജീവിതം ഈ കേസിൽ പറയപ്പെടുന്ന മാഡത്തിൻ്റെതായിട്ടുള്ള കോടികൾ ഇറക്കിയ വകയിൽ നിന്നുള്ളതാണോ അതോ ദിലീപ് ഇറക്കിയ കോടികളിൽ നിന്നുള്ളതാണോ എന്നെല്ലാം അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. എന്തായിരുന്നാലും ബാങ്ക് ഇടപാടുകൾ പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.